കൊല്ലത്ത് വൻ സൈബർ തട്ടിപ്പ്. കുണ്ടറ സ്വദേശിയായ 67-കാരന് 1.65 കോടിയിലധികം രൂപ നഷ്ടമായി. ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ടാണ് തട്ടിപ്പിന്റെ തുടക്കം. വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേരുകയാണ്. ലിജോ, മലയാളികൾ ഇനിയും പഠിക്കില്ല എന്നുള്ള സൂചന തന്നെയാണോ കൊല്ലത്തു നിന്നുള്ള പുതിയ വാർത്ത നൽകുന്നത്? ഈ വാർത്ത അടിസ്ഥാനമാക്കി പറഞ്ഞാൽ നൗഫൽ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം പണം നഷ്ടപ്പെട്ടാലും വീണ്ടും പണം എങ്ങനെയും നേടുക എന്നുള്ള ഒരു മലയാളിയുടെ ഒരു ആർത്തി എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് കൊല്ലം കുണ്ടറയിൽ നിന്നും വരുന്നത്. കുണ്ടറ മുളവന സ്വദേശിയാണ് ഈ പരാതിക്കാരൻ. 67 വയസ്സുണ്ട്. 18 തവണകളായിട്ടാണ് 1,65,26,235 രൂപ ഇയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരാൾ ഒരുപക്ഷെ 1-2 തവണയൊക്കെ പണം നൽകി അത് തിരികെ ലഭിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ വെച്ച് നിർത്തും. പക്ഷേ ഇതങ്ങനെയല്ല. 89,000 രൂപ, 8 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ, അങ്ങനെ പലതരത്തിലുള്ള കണക്കുകളിലായിട്ടാണ് ഈ പണം ഇങ്ങനെ അയച്ചിരിക്കുന്നത്. ഈ തട്ടിപ്പിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ 2025 ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ് ആദ്യമായി പണം നിക്ഷേപിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ഫേസ്ബുക്ക് വഴി ഇയാളെ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ട്രേഡിംഗ് ആണ്. അതായത് പണം ഇട്ട് കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ഇരട്ടിയാക്കിക്കൊണ്ട് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൺലൈൻ ട്രേഡിംഗ് സംഘം ഇയാളെ ബന്ധപ്പെടുന്നുണ്ട്. ആദ്യം പണം നിക്ഷേപിക്കുന്നുണ്ട്. പിന്നെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും മറ്റു പല സൈറ്റുകളുടെയും ലിങ്കൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം അതിൽ ലോഗിൻ ചെയ്യാൻ പറയുകയും ഈ 67-കാരൻ അതിലെല്ലാം ലോഗിൻ ചെയ്യുകയും ഇതിന് പിന്നാലെ ഈ പണം വീണ്ടും ആവശ്യപ്പെടുന്നു, പണം നൽകുകയും ചെയ്തു. കുറച്ച് നാൾ, അതായത് കുറച്ച് 6 മാസത്തിലധികം പണം നിക്ഷേപിച്ചാൽ മാത്രമേ തിരികെ ലഭിക്കൂ എന്നുള്ളതായിരുന്നു അവർ ഇയാളെ വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു തുക നഷ്ടമായിട്ടും തിരികെ പണം ലഭിക്കാതെ വരികയും ഒപ്പം തന്നെ ഇയാളുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം കൂടുതൽ തുക ആവശ്യപ്പെടാൻ തുടങ്ങിയതോടുകൂടെയാണ് ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള ഒരു കാര്യം പോലും അയാൾ തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ എന്ന് പറയാൻ പറ്റില്ല, ഈ മാസമാണ് കൃത്യമായിട്ട് ഇയാൾ ഈ പരാതിയുമായി എത്തുന്നത്. റൂറൽ സൈബർ പോലീസിനെ ബന്ധപ്പെടുകയും സൈബർ പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എവിടെ നിന്ന് ഇതിനെല്ലാം ഓപ്പറേറ്റ് ചെയ്യിക്കുന്നു, ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളൊരു കാര്യം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യം. സൈബർ പോലീസ് എന്തായാലും അന്വേഷണവുമായി പോയിട്ടുണ്ട്. ഇയാൾക്ക് ഈ 1,65,00,000 പരം രൂപ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പണം ഇരട്ടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനവുമായി വരുന്ന തട്ടിപ്പിലേക്ക് ചെന്ന് ചാടരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഈ സൈബർ പോലീസിന് ആളുകളെ പറയാനായിട്ട് ഉള്ളൂ. നൗഫൽ.